നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് എന്ന നോവലിലെ 3-4 ഭാഗങ്ങൾ കേൾക്കാം. ശനിയാഴ്ച രാവിലെ പതിവ് പോലെ അതിഥി ലയയെ വീഡിയോ കോൾ ചെയ്തു. അത്രയും പ്രാധാന്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ മാറ്റിവെക്കും എന്നല്ലാതെ ലയയുമായുള്ള ഈ കോൾ അവൾ മുടക്കാറില്ല. ഗുഡ് മോർണിംഗ് ബോസ് ലേഡി. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതിനിടെ ലയ ഫോൺ കിച്ചണിലെ ഷെൽഫിൽ ചാരി വെച്ചു. ഋഷി എവിടെ? അതിഥി സ്ക്രീനിലൂടെ കിച്ചണിൽ എല്ലായിടത്തും നോക്കി. ആഴ്ചയിൽ ഒരു ദിവസമാണ് ഇങ്ങോട്ട് വിളിക്കുന്നത്. എനിക്ക് സുഖാണോ? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പോസ്റ്റ് ഡെലിവറി സ്ട്രെസ് ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു? ഇതൊന്നും നിനക്കറിയണ്ട. ഋഷിയെ മാത്രം കണ്ടാൽ മതി. ലയ പരിഭവത്തോടെ പുറത്തേക്ക് നടന്ന് മെൽവിൻ്റെ അടുത്ത് ഉറങ്ങുകയായിരുന്ന ഋഷിയെ അതിഥിക്ക് കാണിച്ചു കൊടുത്തു. 6 മാസം മുൻപാണ് ലയയുടെ ഡെലിവറി കഴിഞ്ഞത്. ആ സമയത്ത് അതിഥി ഡൽഹിയിൽ പോയി കുറച്ചു ദിവസം നിന്നെങ്കിലും പിന്നീട് ഒരിക്കൽ പോലും അവിടെ പോകാനുള്ള സമയം കിട്ടിയില്ല. എങ്കിലും ദിവസവും ഋഷിയുടെ ഒരു 10 ഫോട്ടോ എങ്കിലും അവൾ ലയയെ കൊണ്ട് അയപ്പിക്കും. താനിതെന്ത് മേമയാണെടോ, ഇവിടെ വന്ന് കുട്ടിയെ നോക്കുക, കുളിപ്പിക്കുക, ഡയപ്പർ മാറ്റുക, ഇതൊക്കെ മേമയുടെ ഉത്തരവാദിത്തങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഇതൊക്കെ എൻ്റെ പണിയായി മാറി, മെൽവിൻ തമാശയായി പറഞ്ഞു. ആദ്യം പറഞ്ഞത് വേണമെങ്കിൽ അവൾ ചെയ്യും. ബാക്കി 2 കാര്യങ്ങളും ഈ ജന്മത്ത് ഇവളെ കൊണ്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ വിളിക്കുമ്പോൾ എന്താ ഇപ്പോഴും ഇവൻ ഉറങ്ങുന്നത്? നീ അവനെ എണീപ്പിക്ക്, കുറച്ചുനേരം ഞാൻ കളിപ്പിച്ചോട്ടെ. അതിഥി ഉറങ്ങിക്കിടന്ന ഋഷിയെ സ്നേഹത്തോടെ നോക്കി. എൻ്റെ പൊന്നമ്മു, രാത്രി മുഴുവനും കരച്ചിലായിരുന്നു. പുലർച്ചെയാണ് ഒന്ന് കഷ്ടപ്പെട്ട് ഉറക്കിയത്. നീ എൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ, മുഴുവൻ ഡാർക്ക് സർക്കിൾസ് വന്നു. ഒന്ന് സമാധാനമായി ഉറങ്ങിയ കാലം മറന്നു. ഉറക്കത്തിൻ്റെ വില എന്താണെന്ന് അറിയണമെങ്കിൽ ഒന്ന് പ്രസവിച്ചാൽ മതി. നീ ഒരു അമ്മയായി എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല. നിന്നെക്കൊണ്ട് പ്രസവിക്കാനും കുട്ടിയെ നോക്കാനുമെല്ലാം കഴിയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതിഥി ആശ്ചര്യത്തോടെ ലയയെ നോക്കി. ഓ പിന്നെ, ഒരു തനി കീഴലൂരുകാരിയായ നിന്നെ കോളേജിലെ 3 വർഷം വലിയ അബദ്ധങ്ങളിലൊന്നും പോയി ചാടാതെ ഞാൻ മേച്ചു നടന്നിട്ടില്ലേ? അത് വെച്ച് നോക്കുമ്പോൾ ഋഷി എത്രയോ ഭേദമാണ്. ആ ശരിയല്ലേ, പണ്ട് കാര്യവട്ടം ക്യാമ്പസിലിരുന്ന് പിറ്റേന്ന് സബ്മിറ്റ് ചെയ്യേണ്ട പ്രൊജക്റ്റിനെ കുറിച്ച് അല്ലറ ചില്ലറ ഗോസിപ്പുകളും പറഞ്ഞു നടന്നിരുന്ന നമ്മളിന്ന് 2 മെട്രോ സിറ്റിയിലിരുന്ന് നിന്റെ കൊച്ചിനെക്കുറിച്ചും എൻ്റെ ഓഫീസ് പൊളിറ്റിക്സും സംസാരിക്കുന്നു. എത്ര പെട്ടെന്നാണ് വർഷങ്ങൾ ഓടിപ്പോയത്. അതിഥി ഒരു ചെറുചിരിയോടെ ആ കാലം ഓർത്തു. നീ ഒരു പണി കഴിയുമ്പോൾ അടുത്ത പണി വാങ്ങി വരുന്നത് കൊണ്ടാണ് സമയം പോയത് അറിയാതിരുന്നത്. അതൊക്കെ വിട്. പ്രൊമോഷൻ കിട്ടിയ കാര്യം നീ എന്താ എന്നെ വിളിച്ചു പറയാതിരുന്നത്? നിന്റെ ലിങ്ക്ഡിൻ അപ്ഡേറ്റ് കണ്ടാണ് ഞാൻ അറിഞ്ഞത്. ഇന്ന് വിളിക്കുമ്പോൾ പറയാമെന്ന് കരുതിയതാണ്. ഇപ്പോൾ ഒന്നും ഒരു പരിധിയിൽ കവിഞ്ഞെന്നെ എക്സൈറ്റ് ചെയ്യിക്കാറില്ലെന്ന് നിനക്കറിയുന്നതല്ലേ. ഇന്നലെ ഇൻസ്റ്റയിൽ നിന്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ഞാൻ മെൽവിനോട് പറഞ്ഞു, എല്ലാത്തിനെയും പേടിച്ചിരുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞാൽ തെറ്റാവുമോ എന്ന് കരുതി എപ്പോഴും നിശബ്ദയായിരുന്ന അമ്മുവിൽ നിന്ന് ഒരു വലിയ പബ്ലിഷിംഗ് കമ്പനിയെ നയിക്കാൻ കരുത്തുള്ള ഒരാളിലേക്ക് നീ വളർന്നത് കാണുമ്പോൾ ഐ ആം സോ പ്രൗഡ് ഓഫ് ദ വുമൺ യു ആർ ബിക്കമിങ് അമ്മു എന്ന്. പിന്നെ എനിക്കറിയാം, പുറത്ത് നിന്ന് കാണുന്ന പോലെ അത്ര എളുപ്പമല്ല ഇപ്പോഴും കാര്യങ്ങൾ. പക്ഷേ പണ്ടത്തെ പോലെ ചെറിയ പരാതികളുമായി നീ ഒരിക്കലും എൻ്റെ അടുത്ത് വരാറില്ല. അതൊരേ സമയം എന്നെ സങ്കടപ്പെടുത്തുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതിഥിയുടെ വളർച്ചയിൽ ലയ എത്രമാത്രം അഭിമാനിക്കുന്നുണ്ടെന്ന് ആ ശബ്ദത്തിൽ നിന്ന് വ്യക്തമായിരുന്നു. താങ്ങാൻ ആരും വരില്ലെന്ന ഉറപ്പുണ്ടാവുമ്പോൾ കിട്ടുന്നൊരു ധൈര്യമുണ്ട്. ചാരാൻ സ്വന്തം തോൾ മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവാണ് എന്നെ മുന്നോട്ട് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം വന്ന കത്തിൻ്റെ കാര്യം ലയയോട് പറയണോ എന്നവൾ ഒരുപാട് ആലോചിച്ചെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വച്ചു. ക്ലീനിങ്ങിനായി വരാറുള്ള സ്ത്രീ വന്നപ്പോഴാണ് അവൾ ഫോൺ കട്ട് ചെയ്തത്. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവരെ മാനസ ദീദി എന്നാണ് അതിഥി വിളിക്കാറുള്ളത്. വാതിൽ തുറന്ന് അകത്തു വന്ന് അതിഥിയെ കണ്ടതും കയ്യിലുണ്ടായിരുന്ന ടിഫിൻ ബാഗ് ദീദി ടേബിളിൽ വെച്ചു. ലഞ്ച് ഓർഡർ ചെയ്യണ്ട, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആഹാ, ഇന്നെന്താ സ്പെഷ്യൽ? അവൾ ധൃതിയിൽ പാത്രങ്ങൾ ഓരോന്നായി തുറന്നു. സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഞാൻ രാവിലെ ജോലിക്ക് പോകാറുള്ള വീട്ടുകാർ ഇന്ന് വരേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ലഞ്ച് ഉണ്ടാക്കാനുള്ള സമയം കിട്ടി. പിന്നെ എനിക്ക് തോന്നി മോൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമൊന്നും കിട്ടിക്കാണില്ലെന്ന്. ദീദി മോപ്പും ബക്കറ്റുമെല്ലാം സൂക്ഷിക്കാറുള്ള പിറകിലെ വരാന്തയിലേക്ക് നടന്നു. ഇഷാനി വഴിയാണ് അവർ വീട്ടുജോലിക്കായി വന്നു തുടങ്ങിയത്. അതിഥി ഓഫീസിൽ പോയ ശേഷമാണ് വരാറുള്ളത്. അതുകൊണ്ട് അവധി ദിവസങ്ങളിൽ മാത്രമേ അവർ തമ്മിൽ കണ്ടുമുട്ടാറുള്ളൂ. ക്ലീനിങ്ങിന് വേണ്ടി മാത്രമാണ് വരുന്നതെങ്കിലും സമയം കിട്ടുമ്പോഴെല്ലാം എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി വെക്കാനും ദീദി മറക്കാറില്ല. നമുക്ക് ഈ ഷെൽഫിലെ ബുക്കുകൾ എല്ലാം ഒന്ന് പൊടിതട്ടി വെച്ചാലോ? ഒരുപാട് സമയമെടുത്താണ് അതിഥി ഈ പുസ്തകങ്ങളെല്ലാം അടുക്കി വച്ചത്. ഓരോ പുസ്തകവും അത് വെച്ചിരിക്കുന്ന സ്ഥാനവും വരെ അവൾക്ക് മനഃപ്പാഠമാണ്. സ്ഥാനം മാറിയാലോ എന്ന് കരുതി അവളില്ലാത്തപ്പോൾ അവരത് ക്ലീൻ ചെയ്യാറില്ല. പിന്നെന്താ, നമുക്ക് അത് തന്നെ ആദ്യം ചെയ്യാം. അവൾ ദീദിക്കൊപ്പം ഷെൽഫിലെ പുസ്തകങ്ങൾ മുഴുവനും പൊടി തട്ടി അടുക്കി വെച്ചു.
ദീദി പോയി കഴിഞ്ഞ് വൈകിട്ട് ഓഫീസിലെ ചില പെൻഡിംഗ് വർക്കുകൾ തീർക്കുന്നതിനിടയിലാണ് ഇന്ന് റീഡിംഗ് ക്ലബിൻ്റെ ബഡ്ജറ്റ് മീറ്റിംഗ് ഉള്ള കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. 1.5 വർഷം മുൻപാണ് അതിഥി മുൻകൈയെടുത്ത് റീഡിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. ഒരിക്കൽ ബുക്ക് വാങ്ങാനായി കാലിഘട്ടിലെ സീഗൾ ബുക്ക് ഷോപ്പിൽ പോയപ്പോൾ ഒറ്റനോട്ടത്തിൽ ഡിഗ്രി വിദ്യാർത്ഥികളാണെന്ന് തോന്നുന്ന 2 പേരിരുന്ന് എമിലി ബ്രോണ്ടിൻ്റെ വതറിംഗ് ഹെയ്റ്റ്സ് എന്ന പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു. തൻ്റെ പ്രിയപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നായിരുന്നതിനാൽ അവളും അവർക്കൊപ്പം കൂടി. പതിയെ പിന്നീട് വന്ന കുറച്ചുപേർ കൂടി ആ ചർച്ചയുടെ ഭാഗമായി. അന്ന് ഫ്ലാറ്റിലേക്കുള്ള മടക്കയാത്രയിൽ വെച്ചാണ് റീഡിംഗ് ക്ലബിനെക്കുറിച്ച് അതിഥി ആലോചിക്കുന്നത്. മാസത്തിൽ 2 ദിവസം പുസ്തകങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കുറച്ചു മനുഷ്യരുടെ ഒരു കൂട്ടായ്മ. അടുത്ത വിസിറ്റിൽ സ്റ്റോർ മാനേജർ ഉപേന്ദ്രയോട് തൻ്റെ മനസ്സിലെ ആശയം അതിഥി പങ്കുവച്ചു. ആൾക്കും വലിയ ഉത്സാഹമായി. 9 പേരുമായി തുടങ്ങിയ ക്ലബ്ബിൽ ഇപ്പോൾ 100-ലധികം അംഗങ്ങളുണ്ട്. എപ്പോഴും സീഗൾ ബുക്ക് ഷോപ്പിൽ തന്നെയാണ് അവർ ഒത്തുകൂടാറുള്ളത്. ഈ അടുത്താണ് സ്വന്തമായ ഒരു സ്പേസിനെക്കുറിച്ച് പലരും താല്പര്യം പ്രകടിപ്പിച്ചത്. ചർച്ചകൾക്കപ്പുറം ബുക്ക് ലോഞ്ചുകളും എഴുത്തുകാരുമായുള്ള സംവാദമൊക്കെ നടത്താമല്ലോ എന്നോർത്തപ്പോൾ അവളും ഗ്രീൻ സിഗ്നൽ നൽകി. ലാപ്ടോപ്പും ഫയലുകളും മടക്കി വെച്ച് അവൾ പോകാൻ തയ്യാറെടുത്തു. അവൾ എത്തുന്നതിന് മുൻപേ തന്നെ ക്ലബ്ബിൽ ഒരുവിധം എല്ലാവരും എത്തിച്ചേർന്ന് ചർച്ച ആരംഭിച്ചിരുന്നു. കോളേജ് സ്ട്രീറ്റിന് ഓപ്പോസിറ്റായി നമ്മൾ കണ്ടെത്തിയ സ്പേസ് എല്ലാവർക്കും ഇഷ്ടമായതിനാൽ നമുക്ക് ഓണറുമായി സംസാരിക്കാം. ആൾ പറഞ്ഞ വാടകയും അഡ്വാൻസും എല്ലാവരും അംഗീകരിച്ചതിനാൽ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. എഗ്രിമെൻ്റ് ഒപ്പിട്ടാൽ നമുക്ക് ഇൻറ്റീരിയർ വർക്കുകൾ വൈകാതെ തുടങ്ങാം. പക്ഷേ അതിന് ഇൻചാർജായി നിൽക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരണം. ക്ലബ് സെക്രട്ടറിയും അധ്യാപകനുമായ പ്രബീർ റോയ് അഭിപ്രായപ്പെട്ടു. അത് അതിഥി തന്നെ നോക്കട്ടെ. നമുക്കിടയിൽ അവളേക്കാൾ ക്രിയേറ്റീവായി ആരാണുള്ളത്? നർത്തകിയും ടെക്സ്റ്റൈൽ ബിസിനസ്സുമുള്ള അരുന്ധതി ബിമൽ ദേവ് അതിഥിയുടെ പേര് നിർദ്ദേശിച്ചു. സോറി, എന്നെ ഒഴിവാക്കണം. ഓഫീസിൽ ഇപ്പോൾ വലിയ തിരക്കുകളുണ്ട്. ഞാൻ ഏറ്റെടുത്താൽ പെട്ടെന്നൊന്നും സംഗതി നടക്കുമെന്ന് തോന്നുന്നില്ല. ദീദി, അങ്ങനെ പറയല്ലേ. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാലോ. വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾക്കിഷ്ടം പോലെ സമയമുണ്ട്. ക്ലബ്ബ് തുടങ്ങാൻ കാരണക്കാരു കൂടിയായ പ്രിയങ്കയും നീലും അരുന്ധതിയെ പിന്തുണച്ചു. എല്ലാവരും കൈയടിച്ചു തീരുമാനം പാസാക്കി. മീറ്റിംഗ് കഴിഞ്ഞ ശേഷം നീലിനും പ്രിയങ്കയ്ക്കും ഒപ്പം അവൾ കോളേജ് സ്ട്രീറ്റിലുള്ള പാരമൗണ്ട് സർബത്ത് കടയിലെത്തി. 1918 ആരംഭിച്ച ഈ കട കൊൽക്കത്തയിലെ മനുഷ്യരുടെ എല്ലാ തളർച്ചകളെയും ഒരു ഗ്ലാസ് തണുത്ത സർബത്തിനാൽ അകറ്റി ആ നഗരത്തിൻ്റെ എല്ലാ പാരമ്പര്യവും പേറി ഇന്നും നിലനിന്നു പോരുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് അവർക്കെതിരെ ആയുധമെടുത്ത വിപ്ലവകാരികളുടെ രഹസ്യ സംഗമ കേന്ദ്രം കൂടിയായിരുന്നു ഇവിടം. സർബത്തിൻ്റെ ഓരോ സിപ്പും ഓരോ കാലങ്ങളിലൂടെയുള്ള യാത്ര കൂടിയാവുന്നു. അവധി ദിവസമായതുകൊണ്ട് വിദ്യാർത്ഥികളുടെ തിരക്കില്ലാതിരുന്നതിനാൽ അവർക്കിരിക്കാൻ സ്ഥലം കിട്ടി. മനോഹരമായി പെയിന്റ് ചെയ്ത ചുവരുകളും സ്വർണ്ണ നിറത്തിൽ പാരാമൗണ്ട് എന്നെഴുതിയതും കൊൽക്കത്തയുടെ പഴയ പ്രതാപം വിളിച്ചോതുന്നുണ്ടായിരുന്നു. അവർ 3 ദാബ് സർബത്ത് ഓർഡർ ചെയ്തു. ഇളനീർ വെള്ളവും അതിൻ്റെ പൾപ്പും സുഗന്ധമുള്ള സിറപ്പും ചേർത്തുണ്ടാക്കുന്ന ദാബ് സർബത്ത് അവിടുത്തെ സിഗ്നേച്ചർ ഐറ്റമാണ്. ദീദി ഇനി ഒരിക്കലും കൊൽക്കത്ത വിട്ടു പോവില്ലേ? നീൽ ടേബിളിലേക്ക് കൈകളൂന്നി അതിഥിയെ നോക്കി ചോദിച്ചു. അതെന്താ പെട്ടെന്ന് അങ്ങനെയൊരു ചോദ്യം? ദീദി ഇപ്പോൾ ഇവിടുത്തെ ഒരാളെ പോലെയായി. ദീദിക്ക് ഇവിടവും ഇവിടുത്തെ ആളുകളെയും ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നി. നീലിനോട് മറുപടിയൊന്നും പറയാതെ അവൾ വെറുതെ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്തു കടന്ന് ഒന്ന് പച്ച പിടിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ദീദിയെപ്പോലെ ഒരാൾ എന്തിനാണ് ഇവിടെ വന്ന് താമസിക്കുന്നതെന്ന്. ജനിച്ചു വളർന്ന നാടാണെങ്കിലും പ്രിയങ്കയ്ക്ക് കൊൽക്കത്ത ഒട്ടും ഇഷ്ടമുള്ള ഒരിടമായിരുന്നില്ല. കൊൽക്കത്ത ഒറ്റനോട്ടത്തിൽ ആർക്കും പ്രിയപ്പെട്ടതാവില്ല. പക്ഷേ പതിയെ അത് നിങ്ങളിൽ വേരുപിടിക്കും. മുറുക്കി അടയ്ക്കാത്ത ഒരു മഷിപ്പേനയിൽ നിന്നും നമ്മളറിയാതെ പതിയെ വസ്ത്രത്തിലേക്ക് പടരുന്ന മഷി പോലെ ഈ നഗരവും ഇവിടെയുള്ളവരും നമ്മുടെ ഹൃദയത്തിലേക്ക് പടരും. അതിഥി ഗ്ലാസ്സിലെ തണുപ്പ് മാറാത്ത സർബത്തിൻ്റെ അവസാന കവളും കുടിച്ചു തീർത്തുകൊണ്ട് പറഞ്ഞു. പുറത്തുനിന്ന് വന്നൊരാൾ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ടാണ്. എൻ്റെ ഹോസ്റ്റലിലെ കുട്ടികൾക്കൊക്കെ എന്നും പരാതിയാണ്. പ്രിയങ്ക ആശ്ചര്യത്തോടെ അതിഥിയെ നോക്കി. ഇവിടെ വന്ന സമയം എനിക്കുമുണ്ടായിരുന്നു ഒരുപാട് പരാതികൾ. പ്രിയപ്പെട്ടതിൽ പലതും നഷ്ടപ്പെട്ട് ഇവിടെ എത്തിയപ്പോൾ ഈ നഗരം എന്നെ ഒരുപാട് തവണ മഴയിലും വെയിലിലും നിർത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി വിശാലതയോടെ ലോകത്തെ കാണാനും ഓർമ്മകളെ മായ്ച്ചു കളയാൻ ശ്രമിക്കാതെ അതുമായി താതാത്മ്യപ്പെട്ട് പുതിയ സാഹചര്യങ്ങളെ സ്വീകരിക്കാനും ഇവിടം എന്നെ പതിയെ പഠിപ്പിച്ചു. അതിഥി ബില്ല് കൊടുക്കാനായി എഴുന്നേറ്റു. ദീദി പെട്ടെന്ന് അഡാപ്റ്റായി എന്ന് സാരം അല്ലേ? ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒന്നും മുന്നിൽ കണ്ടെത്താൻ സാധിക്കാത്ത ചിലർക്കൊക്കെ ഈ ഭൂമിയിൽ ഒരു ദിവസം നിലനിൽക്കുക എന്നത് തന്നെ വലിയ വിജയമാണ്. അപ്പോൾ പിന്നെ ഏത് സാഹചര്യവുമായും അങ്ങനെയുള്ളവർ അഡാപ്റ്റാവും.
അതിഥിക്ക് പിറകെ പ്രിയങ്കയും നീലും കാറിനടുത്തേക്ക് നടന്നു. ഞാൻ ഇൻറ്റീരിയർ ചെയ്യാൻ ഒരു ടീമിനെ കണ്ടുപിടിച്ചിട്ട് വിളിക്കാം. ബൈ. അതിഥി അവരോട് യാത്ര പറഞ്ഞ് കാറിൽ കയറി. FM-ൽ ഒരു മലയാളം പാട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അവൾ അത് ആസ്വദിക്കാതെ ഈ ആഴ്ചയിലെ പെൻഡിങ് വർക്കുകളെക്കുറിച്ചോർത്ത് തലപുകച്ചുകൊണ്ട് വീട്ടിലേക്കുള്ള ജംഗ്ഷനിലേക്ക് വണ്ടി തിരിച്ചു. ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരാൾ സൈക്കിളിൽ റോഡിനിടതുവശത്തുകൂടി മുന്നിലേക്ക് വന്നു. ആ ഷോക്കിൽ ആളെ ഇടിക്കാതിരിക്കാനായി അവൾ വണ്ടി വലതുവശം ചേർത്ത് വെട്ടിക്കാൻ ശ്രമിച്ചു. അതേസമയം ഫുട്പാത്തിൽ നിന്നും റോഡിലേക്ക് ഇറങ്ങാൻ ശ്രമിച്ച ഒരു സ്ത്രീയുടെ ദേഹത്ത് വണ്ടിയുടെ കണ്ണാടി തട്ടി. അവർ റോഡിലേക്ക് മറിഞ്ഞു വീണു. ഒരു നിമിഷം അവൾക്ക് ശ്വാസം നിലച്ച പോലെ തോന്നി. കുറച്ചു നിമിഷത്തേക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ വിറച്ചുകൊണ്ട് സ്റ്റിയറിംഗിൽ തന്നെ കൈവച്ച് പകച്ചു നിന്നു. പെട്ടെന്ന് ബോധം വീണ്ടെടുത്ത് സീറ്റ് ബെൽറ്റ് ഊരി അവൾ റോഡിൽ വീണുകിടക്കുന്ന സ്ത്രീക്കരികിലേക്ക് ചെന്നു. അയ്യോ, എന്തെങ്കിലും പറ്റിയോ? ഐ ആം റിയലി സോറി. ഞാൻ അറിയാതെ. അവൾ ആ സ്ത്രീയെ താങ്ങിയെടുക്കാൻ ശ്രമിച്ചു. കൈമുട്ടിൽ നിന്നും വലത്തെ നെറ്റിയിൽ നിന്നും രക്തം വരുന്നുണ്ടായിരുന്നുവെങ്കിലും അവർക്ക് ബോധമുണ്ടായിരുന്നു. ആരെങ്കിലും കാറിലേക്ക് കയറ്റാൻ ഹെൽപ്പ് ചെയ്യാമോ? പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. അപകടം കണ്ട് ചെറുതായി കൂട്ടം കൂടി തുടങ്ങിയ ആളുകളുടെ മുഖത്തേക്ക് അവൾ അപേക്ഷയോടെ നോക്കി. 2-3 പേർ അവരെ ബാക്ക് സീറ്റിലേക്ക് ഇരുത്താൻ സഹായിച്ചു. ഒരാൾ നിലത്തു കിടന്നിരുന്ന അവരുടെ ബാഗും ചെരുപ്പും എടുത്ത് കാറിലേക്ക് വെച്ചു. മോളെ, ലൈസൻസ് ഒക്കെ ഉണ്ടോ? ഇപ്പോഴത്തെ പെൺകുട്ടികളൊക്കെ വല്ലതും അറിഞ്ഞിട്ടാണോ വണ്ടിയും എടുത്ത് റോഡിലേക്ക് ഇറങ്ങുന്നത്? പ്രായം ചെന്ന ഒരാൾ പരിഹാസച്ചിരിയോട് ചോദിച്ചു. കൂടെ നിന്നവരിൽ ചിലർ അയാൾക്കൊപ്പം ചിരിച്ചു. ഓടിക്കുന്നത് ആണാണോ പെണ്ണാണോ എന്ന് നോക്കിയല്ലല്ലോ വീൽ കറങ്ങുന്നത് എന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അതിന് മുതിരാതെ അവൾ വേഗത്തിൽ കാർ മുന്നോട്ടെടുത്തു. അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കുമ്പോഴൊക്കെ ആ സ്ത്രീയെ തനിക്ക് പരിചയമുള്ള ആരെയോ പോലെ അവൾക്ക് തോന്നി. കൈമുട്ടിന് നല്ല വേദന അനുഭവപ്പെടുന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ തനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അവർ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു. ഏതാണ്ട് 20 മിനിറ്റ് കൊണ്ട് അവർ ഗോരാചന്ദ് റോഡിലുള്ള ജനറൽ ഹോസ്പിറ്റലിലെ എമർജൻസി വാർഡിന് മുന്നിലെത്തി. അവൾ തൻ്റെ ഉള്ളിലെ പരിഭ്രമം പുറത്തു കാണിക്കാതെ അവരെ കാറിൽ നിന്നിറക്കി സമീപത്തെ വീൽചെയറിലേക്കിരുത്തി. കുഴപ്പമൊന്നുമില്ല ഡോക്ടർ, ഇപ്പോൾ വരും. അവൾ അവരുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. മരതകം എന്ന് തോന്നിപ്പിക്കുന്ന പച്ചക്കല്ല് വെച്ച മോതിരത്തിലൂടെ അവരുടെ ദേഹത്തിൻ്റെ തണുപ്പ് തന്നിലേക്കും പടരുന്നതായി അതിഥിക്ക് തോന്നി. ഡ്യൂട്ടി ഡോക്ടർ വന്ന് പരിശോധിച്ച ശേഷം മുറിവ് ഡ്രസ് ചെയ്യാൻ അവരെ തൊട്ടടുത്ത മുറിയിലേക്കിരുത്തി. അതിഥിയുടെ വിളറിയ മുഖം കണ്ടിട്ടെന്നോണം സിസ്റ്റർ അവളോട് പുറത്തെ ബെഞ്ചിലേക്കിരുന്നോളാൻ പറഞ്ഞു. ആ ദ്രവിച്ചു തുടങ്ങിയ ഇരുമ്പു ബെഞ്ചിൻ്റെ അറ്റത്തിരുന്നപ്പോൾ കഴിഞ്ഞ 1 മണിക്കൂറിനുള്ളിൽ തനിക്ക് ചുറ്റും സംഭവിച്ചതിൻ്റെ ചിതറിയ ചില ചിത്രങ്ങൾ അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. സാധാരണ നിലയിൽ തന്നെ ഒരാൾക്ക് അസഹ്യമായി തോന്നിയേക്കാവുന്ന സ്ട്രെച്ചറിൻ്റെ വീലുകൾ ഉരുളുന്ന ശബ്ദവും മൂക്കിലേക്ക് രൂക്ഷമായി തുളച്ചു കയറുന്ന സ്പിരിറ്റിൻ്റെ ഗന്ധവും അവളെ ബാധിച്ചില്ല. ഇതിനു മുൻപ് എവിടെയാണ് താൻ അവരെ കണ്ടിട്ടുള്ളത്? ഏതെങ്കിലും യാത്രയിലായിരുന്നോ? അല്ലെങ്കിൽ ഓഫീസിൽ വെച്ചാണോ? നെറ്റിയിലേക്ക് കൈവച്ച് കുനിഞ്ഞിരുന്ന അവൾ ഓർമ്മകളിൽ വീണ്ടും ആ മുഖം ചികഞ്ഞു. പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് അവൾ തൻ്റെ ഫോൺ എടുത്തു. കഴിഞ്ഞ ലക്കങ്ങളിലെ മാഗസിൻ്റെ സോഫ്റ്റ് കോപ്പികളിലൂടെ കണ്ണോടിച്ചു. 2 മാസം മുൻപ് പുറത്തിറങ്ങിയ ലക്കത്തിലെ ഒരു ആർട്ടിക്കിളിൽ അവളുടെ കണ്ണുടക്കി. 29 countries, one soul, the living legend മാറ്റൈസ് റോയ്, ഇഷ്യൂ 214. കഥക് നൃത്തത്തിൻ്റെ വേഷത്തിൽ വിടർന്ന കണ്ണുകളുള്ള ആ സ്ത്രീ രൂപത്തെ വിശ്വാസം വരാതെ അവൾ വീണ്ടും സൂക്ഷിച്ചു നോക്കി. താൻ കാർ ഇടിച്ചിട്ടത് കൊൽക്കത്തയിലെ ഏറ്റവും പ്രശസ്തിയായ കഥക് ഡാൻസർ മൈത്രേയി റോയിയെയാണ്. അവർക്കെന്തെങ്കിലും പറ്റിയാൽ ഒരു വലിയ ആരാധക വൃന്ദത്തോട് താൻ മറുപടി പറയേണ്ടി വരുമെന്ന് അവൾക്കുറപ്പായിരുന്നു. തുടരെ റിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ 3-ാമത്തെ വട്ടവും ആവർത്തിച്ചപ്പോൾ അവൾ അറ്റൻഡ് ചെയ്തു. നീ ഇതെവിടെയാ? നിന്റെ ട്രെയിനിങ് കൂടി കഴിഞ്ഞിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാൻ. ഫ്ലോറിൽ ഉച്ചത്തിൽ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന മ്യൂസിക്കിൻ്റെ ശബ്ദം മറികടക്കാനായി ഇഷാനി കുറച്ചുറക്കെ സംസാരിച്ചു. ഞാൻ ഇവിടെ ഗോർചന്ദ് ജനറൽ ഹോസ്പിറ്റലിലാണ്. കാർ ഒരാളെ ചെറുതായി ഇടിച്ചു. അയ്യോ, എന്നിട്ടോ? ആരെയാ ഇടിച്ചത്? ആളെ ചിലപ്പോൾ നീ കേട്ടു കാണും. മൈത്രേയ റോയ്, അതിഥി പരുങ്ങലോട് പറഞ്ഞു. ആര്? ആ ഡാൻസറോ? പിന്നെ ഒരു നിമിഷത്തേക്ക് 2 പേരും ഒന്നും പരസ്പരം പറഞ്ഞില്ല. ഇഷാനിയാണ് ആദ്യം മൗനം വെടിഞ്ഞത്. ഒരു 15 മിനിറ്റ് നീ അവിടെ ഇരിക്കെ, ഞാൻ പെട്ടെന്ന് വരാം. ഇഷാനി അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ കട്ട് ചെയ്ത്. കൃത്യം 22-ാം മിനിറ്റിൽ ഇഷാനി അതിഥിയുടെ മുന്നിൽ കിതപ്പോടെ വന്നു നിന്നു. നീ ഇതെന്താ ഒപ്പിച്ചു വെച്ചേക്കുന്നേ? അവരെവിടെ? അവർ അതിഥിയുടെ ഷോൾഡറിന് താഴെയായി കൈ ചേർത്തുകൊണ്ട് പരിഭ്രമം മാറാതെ ചോദിച്ചു. മുറിവ് ഡ്രസ് ചെയ്ത് ഒബ്സർവേഷനിൽ ഇരുത്തിയിരിക്കുകയാണ്. വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. നീ ഇവിടെ നിൽക്ക്, ഞാൻ ഈ മെഡിസിൻസ് വാങ്ങിച്ചിട്ട് വരാം. അതിഥി ഫാർമസിയുടെ ഭാഗത്തേക്ക് നടന്നു.
5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ചാരക്കളർ കുർത്തയും കയ്യിലും കഴുത്തിലും കറുത്ത മുത്തുപതിപ്പിച്ച ആഭരണങ്ങളും അണിഞ്ഞ് 30-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന ഒരു യുവാവ് റിസപ്ഷനിലേക്ക് ഓടിയെത്തി. മൈത്രേയി റോയി ഏതു മുറിയിലാണ്? ഞാൻ അവരുടെ മകനാണ്. റിസപ്ഷനിലെ പെൺകുട്ടി കമ്പ്യൂട്ടറിൽ അഡ്മിഷൻ ഡീറ്റെയിൽസ് തിരയുമ്പോൾ ഡെസ്കിലേക്ക് കയ്യോന്നി നിൽക്കുന്ന അവൻ്റെ വിരലുകൾ പരിഭ്രമം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. പേടിക്കാനൊന്നുമില്ല, ഒബ്സർവേഷനിലാണ്. ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞാൽ 2ാമത്തെ മുറി. നഴ്സ് ഇഷാനി നിന്ന റൂമിൻ്റെ ഭാഗത്തേക്ക് കൈ കാണിച്ചു. അവൻ വേഗത്തിൽ ആ ഭാഗത്തേക്ക് നടന്നു. ഒബ്സർവേഷൻ റൂമിൻ്റെ മുൻപിലെത്തിയതും അനുവാദത്തിന് കാത്തു നിൽക്കാതെ ഡോർ തുറന്ന് അകത്തേക്ക് കടന്നു. ഏതാണ്ട് 10 മിനിറ്റായപ്പോൾ ആൾ പുറത്തിറങ്ങി ഇഷാനിക്കരികിലേക്ക് വന്നു. നിങ്ങളുടെ വണ്ടിയാണോ അമ്മയെ ഇടിച്ചത്? അവൻ ഇഷാനിയെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ വണ്ടിയോ? ഞാൻ... അവൾ പറഞ്ഞു മുഴുമിപ്പിക്കും മുൻപേ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അറിയാതെ പറ്റിയതല്ലേ. അതിന് ഞാൻ... സാരമില്ലെന്നേ, 1 മിനിറ്റ്. അവൻ തൊട്ടടുത്ത ടാപ്പിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവളല്ല, ഞാനാണ് നിങ്ങളുടെ അമ്മയെ വണ്ടിയിടിച്ചത്, അതിങ്ങ് തന്നേക്ക്. അതിഥി കയ്യിലുണ്ടായിരുന്ന മരുന്ന് നഴ്സിനെ ഏൽപ്പിച്ചു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന വെള്ളം വാങ്ങി കുടിച്ചു. അവൻ കാര്യം മനസ്സിലാവാതെ 2 പേരെയും മാറി മാറി നോക്കി. ഐ ഫീൽ ടെറിബിൾ, ഐ ആം റിയലി സോറി. ശ്രദ്ധിച്ചു തന്നെയാണ് ഡ്രൈവ് ചെയ്തത്. ഒരു സൈക്കിൾ കുറുകെ വന്നു, അങ്ങനെ സംഭവിച്ചു പോയതാണ്. എൻ്റെ പേര് അതിഥി, ഇതെൻ്റെ ഫ്രണ്ട് ഇഷാനി. ഇത്ര പരിഭ്രമിക്കേണ്ട കാര്യമൊന്നുമില്ല, റോഡിലാകുമ്പോൾ ഇതൊക്കെ സാധാരണമല്ലേ. എൻ്റെ പേര് പുഷൻ. നിങ്ങൾ വിളിച്ചപ്പോൾ ഫോൺ എടുത്തത് ഞാനാണ്. ചെക്കപ്പും മറ്റ് ഫോർമാലിറ്റീസും കഴിഞ്ഞപ്പോൾ അവർ മൈത്രേയിയെ കാണാൻ മുറിയിലേക്ക് കയറി. ചുമരിലേക്ക് ചേർത്ത് വെച്ച് തലയിണയിലേക്ക് ചാരിയിരുന്ന് പ്ലാസ്റ്റിരിട്ട കൈ നെഞ്ചോട് ചേർത്ത് അവർ 3 പേരെയും നോക്കി. അവരുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അതിഥിക്ക് മനസ്സിൽ ചെറിയൊരു കുറ്റബോധം തോന്നി. എൻ്റെ കൈ ഇങ്ങനെയാക്കി തീർത്ത ആ കൊച്ചുമിടുക്കിയെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങു വന്നേ. മൈത്രേയി ഒരു പുഞ്ചിരിയോടെ അതിഥിയെ നോക്കി. സോറി, മനഃപൂർവ്വമല്ല, എനിക്കെന്ത് പറയണമെന്ന് അറിയില്ല. അവൾ അല്പം കൂടി അവർക്കരികിലേക്ക് നീങ്ങി നിന്നു. മനഃപൂർവ്വമാണെന്ന് ആരേലും പറഞ്ഞോ? നീ പറഞ്ഞോടാ? അവർ തലതിരിച്ച് പുഷിനെ നോക്കി. അവൻ ഇല്ലെന്ന ഭാവത്തിൽ തലയാട്ടി. കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു, ബെർലിനിലെ ഒരു പെർഫോമൻസിനിടയിൽ ഡാൻസ് അവസാനിക്കാൻ ഏതാണ്ട് 15 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ എൻ്റെ കാൽപാദം മടങ്ങിപ്പോയി. സാധാരണഗതിയിൽ ഒരടി പോലും നടക്കാൻ സാധിക്കാത്തത്ര വേദനയുണ്ടായിരുന്നു. എന്നിട്ടും ഡാൻസ് അവസാനിപ്പിക്കാതെ ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ വേദന എനിക്ക് സഹിക്കാവുന്നതേയുള്ളൂ. അവർ ദേഷ്യപ്പെടുമെന്ന് പ്രതീക്ഷിച്ച അതിഥി ആ സൗമ്യമായ പെരുമാറ്റം കണ്ട് അത്ഭുതത്തോടെ അവരെ തന്നെ നോക്കി നിന്നു. കൊണ്ടുവന്നപ്പോൾ തന്നെ എനിക്ക് മാമിനെ മനസ്സിലായിരുന്നു. ഞങ്ങളുടെ വീക്കിലി മാമിൻ്റെ ഡാൻസ് കരിയറിനെ കുറിച്ച് ഒരു വലിയ ഫീച്ചർ ചെയ്തിട്ടുണ്ട്. ആണോ? എഴുത്തുകാരിയാണോ? അയ്യോ, എഴുത്തുകാരിയെന്ന് പറയാൻ സാധിക്കില്ല, എഡിറ്റോറിയൽ ഡയറക്ടറാണ്. ആ ഫീച്ചറിൻ്റെ ഭാഗമാകാൻ സാധിച്ചതോടെ ഒരു ബിഗ് ഫാനും. അതിഥിയുടെ വാക്കുകളിൽ അവരോടുള്ള ബഹുമാനം നിറഞ്ഞു നിന്നിരുന്നു. ഏത് മാഗസിനാണ് നിങ്ങളുടേത്? പുഷൻ ഇടയ്ക്ക് കയറി ചോദിച്ചു. ബംഗാൾ ബീറ്റ്സ്. ആ, ഞാൻ കണ്ടിട്ടുണ്ട്, കോപ്പി വീട്ടിലുണ്ട്, അമ്മയും വായിച്ചിട്ടുണ്ട്. ഓർക്കാഞ്ഞിട്ടാവും. ആരൊക്കെയോ വരുന്നു, ഇൻ്റർവ്യൂ ചെയ്തു പോകുന്നു. ചിലർ മാസിക അയച്ചു തരും. ഈയിടെയായി വായിച്ചാൽ ഒന്നും ഓർമ്മയിൽ നിൽക്കാറില്ല. ഏതായാലും എന്നെ റോഡിൽ ഉപേക്ഷിച്ചു കടന്നു കളഞ്ഞില്ലല്ലോ, അത് തന്നെ ധാരാളം. ഞാൻ ഭയങ്കര പാനിക്കായിരുന്നു. ലൈഫിൽ ആദ്യമായാണ് ഇങ്ങനെയൊരു സിറ്റുവേഷൻ. അപ്പോഴും പരിഭ്രമം വിട്ടുമാറിയിട്ടില്ലാത്ത അവളുടെ കൈ മൈത്രേയി മെല്ലെ പിടിച്ചു. അതങ്ങനെയാ കുട്ടി, എത്ര ധൈര്യമുണ്ടെന്ന് പറഞ്ഞാലും അവിചാരിതമായ ചില സാഹചര്യങ്ങൾ വന്നു പതിക്കുമ്പോൾ നമ്മൾ ഭയന്നു പോകും. അവർ അതിഥിയുടെയും ഇഷാനിയുടെയും മുഖത്തേക്ക് മാറി മാറി നോക്കി. നേരം ഒരുപാടായില്ലേ, നിങ്ങൾ പോയിക്കോളൂ. ഇവൻ വന്നല്ലോ, എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. മരുന്ന് കഴിച്ചതിൻ്റെ ഒരു ചെറിയ ക്ഷീണം, അത്രയുള്ളൂ. സാരമില്ല, ഞങ്ങൾ നിന്നോളാം. അതിന് മറുപടി പറഞ്ഞത് ഇഷാനിയാണ്. ഇത്ര ആത്മാർത്ഥത കാണുമ്പോൾ അമ്മയെ ഇടിച്ചിട്ടത് താൻ ആണെന്ന് സംശയിച്ചതിൽ എന്നെ തെറ്റു പറയാൻ പറ്റില്ല. പുഷൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. കുട്ടികളെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട, നീ അവരെ ഒന്ന് കൊണ്ടുവിട്ടേ. ശരിയാ, നിങ്ങളിവിടെ നിന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. വന്നേ, കാറ് വരെ ഞാൻ കൊണ്ടുവിടാം. അവർ 2 പേരും മൈത്രേയിയോട് യാത്ര പറഞ്ഞ് പുഷനൊപ്പം പുറത്തേക്ക് നടന്നു. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ മടിക്കേണ്ട, എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ. പുഷൻ അതിഥിയുടെ നമ്പർ ഫോണിൽ സേവ് ചെയ്തു. ശരി, ഞാൻ വിളിച്ചോളാം. ഇനി ആരെയും ഇടിച്ചിടാതെ സൂക്ഷിച്ചു പോണേ. അതിഥി കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവൻ തമാശയായി പറഞ്ഞു. സൈഡ് സീറ്റിലിരുന്ന ഇഷാനി പുഷനെ നോക്കി ചിരിച്ചു. ഞാൻ വിചാരിച്ചത് നിങ്ങൾക്കെന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിച്ചോളൂ എന്ന് പറഞ്ഞ് അവൻ ഇടിച്ചു കയറി നമ്പർ തരുമെന്നായിരുന്നു. കാർ നീങ്ങിയ ശേഷം ഇഷാനി ആ സന്ദർഭം വീണ്ടും ഓർത്തിട്ടെന്നോണം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഇരുന്ന് ചിരിച്ചോ, അവരായതുകൊണ്ടാണ് ഇപ്പോൾ വീട്ടിൽ പോകാൻ പറ്റിയത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇപ്പോൾ പോലീസായി, കേസായി.
അതിഥി ഇഷാനിയുടെ ചിരിയിലുള്ള തൻ്റെ അമർഷം മറച്ചുവെച്ചില്ല. അതും സത്യമാണ്. അവരുടെ പെരുമാറ്റം കണ്ടാൽ അവർ നിന്നെ ഇടിച്ചിട്ടതുപോലെയാണ്. അമ്മയ്ക്കുമതെ മോനുമതെ. ഭയങ്കര വിനയം. അവർ നല്ലവരായതാണോ ഇപ്പോൾ നിന്റെ പ്രശ്നം? അതിഥി ഗിയർ ഡൗൺ ചെയ്യുന്നതിനിടെ അവളെ നോക്കി. ഞാൻ ഈ സിറ്റിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറേയായില്ലേ. ഇത്രയും നല്ലവരെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അവൻ്റെ വേഷത്തിലും ഭാവത്തിലും സംസാരത്തിനുമെല്ലാം എന്തോ പന്തികേടുണ്ട്. അല്ലെങ്കിലും നിന്നോട് നന്നായി പെരുമാറുന്നവരെയെല്ലാം നിനക്ക് സംശയമാണല്ലോ. അവർക്കൊന്നും പറ്റിയില്ലല്ലോ. എനിക്കതു തന്നെ ധാരാളം. അവൾ പറഞ്ഞു തീർന്നതും കാർ ഇഷാനിയുടെ വീടിന് മുന്നിലെത്തി. നീ ഇറങ്ങുന്നില്ലേ? അതിഥി വണ്ടി ഓഫ് ചെയ്യാതിരുന്നത് കണ്ട് ഇഷാനി ചോദിച്ചു. ഇല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഫ്ലാറ്റിലെത്തണം. ആകെ ഒരു വല്ലായ്മ. അവൾ ഇഷാനിക്ക് കൈ കാണിച്ച് വണ്ടി തിരിച്ചു. 4. തലേ ദിവസത്തെ ഉറക്കം ഒട്ടും ശരിയാവാത്തതുകൊണ്ട് രാവിലെ മുതൽ അതിഥിക്ക് നല്ല തലവേദന അനുഭവപ്പെട്ടു. ഓഫീസിലേക്ക് വന്നു കയറിയ ഉടൻ അവൾ ഒരു ടാബ്ലറ്റ് എടുത്ത് രോഹിണിയോട് ഒരു സ്ട്രോങ് കോഫിക്ക് പറഞ്ഞു. നാളെയാണ് ബോർഡ് മെമ്പേഴ്സുമായുള്ള മീറ്റിംഗ്. ഞാൻ ഭുവനേശ്വറിലേക്കുള്ള അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ്സും ഹോട്ടലും ബുക്ക് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് മെയിൽ അയച്ചിട്ടുണ്ട്. രോഹിണി കോഫി ടേബിളിലേക്ക് വെച്ചു. ഓ താങ്ക്സ്. ഞാൻ ആ കാര്യമേ മറന്നിരിക്കുകയായിരുന്നു. മറ്റന്നാൾ തന്നെ തിരിച്ചു വരാൻ കഴിയില്ലേ? യെസ്. പിന്നെ ഇന്ന് 12 മണിക്ക് HR ഒരു മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുള്ള ഷെഡ്യൂളാണ്. ഇന്ന് രാവിലെയാണ് ഇൻഫോം ചെയ്തത്. സബ്ജക്റ്റ് ലൈനിലും ഒന്നും എഴുതിയിട്ടില്ല. അതെന്താ ഒരു സഡൻ മീറ്റിംഗ്? അറിയില്ല, പക്ഷേ പ്രയോറിറ്റി മാർക്ക് ചെയ്തിട്ടുണ്ട്. ശരി. പിന്നെ രോഹിണി, എനിക്കൊരു സഹായം ചെയ്തു തരാമോ? വർക്കുമായി ബന്ധമുള്ളതല്ല. തനിക്ക് സമയം കിട്ടുവാണെങ്കിൽ മാത്രം മതി. ഒരു പേഴ്സണൽ ഫേവർ ചോദിക്കാൻ അതിഥിക്ക് നല്ല മടിയുണ്ടായിരുന്നു. ഷുവർ മാം, പറഞ്ഞോളൂ. പോകാൻ തുടങ്ങിയ രോഹിണി അവൾക്ക് കാതോർത്തു. ഞങ്ങളുടെ റീഡിംഗ് ക്ലബിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടില്ലേ? അതിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാൻ ഒരു ആർക്കിടെക്റ്റിനെ സംഘടിപ്പിച്ചു തരാൻ പറ്റുമോ? ഉറപ്പായും ട്രൈ ചെയ്യാം. കിട്ടിയാൽ ഞാൻ മാമിന് ഷെയർ ചെയ്യാം. രോഹിണി പോയപ്പോൾ അതിഥി മെയിലിൽ വന്നിട്ടുള്ള ടിക്കറ്റ്സും ഹോട്ടൽ ബുക്കിങ്ങും ചെക്ക് ചെയ്തു. 12 മണിക്ക് തന്നെ അതിഥി മീറ്റിംഗ് റൂമിലെത്തി. ഒരു ഫയലുമായി HR ഹെഡ് അനു റോയ് അവളെ കാത്തിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്നുള്ള ഒരു മീറ്റിംഗ് ആയിപ്പോയി എന്നറിയാം, പക്ഷേ മാറ്റർ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നലെ ആർട്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻറ്റേൺ ആയ വൈഷ്ണവി അവളുടെ ഹെഡ് സുമിത് ശങ്കറിന് എതിരെ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് കംപ്ലയിൻറ്റ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രീവൻസൽ ചാർജ് കൂടിയായ അതിഥിയെ പെട്ടെന്ന് വിളിപ്പിച്ചത്. എന്തു വേണമെന്നാ താൻ കരുതുന്നത്? പരാതിയുടെ കോപ്പി കയ്യിലുണ്ടോ? ഇല്ല, അത് പ്രോപ്പർ ചാനലിലൂടെ തനിക്ക് വന്നോളും. CEO പോയിട്ടുണ്ട്. അനു കണ്ടിരുന്നോ? പരാതിയിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അതിഥി ടേബിളിലേക്ക് ചാരി അനുവിനെ ശ്രദ്ധിച്ചു. ഞാൻ വായിച്ചിരുന്നു. സെക്ഷൽ ഇൻറ്റൻഷനോടെ വൾഗർ കമൻസ് പറയുന്നു, അനാവശ്യമായി ശരീരത്തിൽ സ്പർശിക്കുന്നു, വാട്സാപ്പിൽ ലൈംഗിക ചുവയോട് മെസ്സേജ് ചെയ്യുന്നു എന്നൊക്കെയാണ്. കുറച്ച് സ്ക്രീൻഷോട്ടുകളും പരാതിയുടെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ കുട്ടി വളരെ ഡിപ്രസ്ഡ് ആണ്. ഇന്ന് വന്നിട്ടുണ്ടോ? നമുക്ക് ആളെയൊന്ന് വിളിപ്പിച്ചാലോ? അവളുടെ നിർദ്ദേശമനുസരിച്ച് അനു വൈഷ്ണവിയെ മീറ്റിംഗ് റൂമിലേക്ക് വിളിച്ചു. കുറച്ചു നിമിഷങ്ങൾക്കകം കോൺഫറൻസ് റൂമിൻ്റെ ഡോർ തുറന്ന് സ്ലീവ്ലെസ് കുർത്തയും സാമാന്യം തടിച്ച ഫ്രെയിമുള്ള കണ്ണടയും വെച്ച ഒരു പെൺകുട്ടി അകത്തേക്ക് കയറി വന്നു. വൈഷ്ണവി ബംഗാൾ ബീറ്റ്സിൽ ഇൻറ്റേണായി ജോയിൻ ചെയ്തിട്ട് 2 മാസമേ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഡിസൈനിങ്ങിലും ഐഡിയാസിലും അവൾ വളരെ ക്രിയേറ്റീവാണെന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു. തൻ്റെ മുഖത്തുള്ള പരിഭ്രമം മറച്ചുവെക്കാൻ വൈഷ്ണവിക്ക് സാധിച്ചില്ല. അവൾ അതിഥിയുടെ മുഖത്തേക്കാണ് ആദ്യം നോക്കിയത്. വൈഷ്ണവി, ഇരിക്കൂ. അനു കോൺഫറൻസ് ഡെസ്കിന് മുന്നിലെ ചെയറിലേക്ക് കൈചൂണ്ടി പറഞ്ഞു. ഞങ്ങൾക്ക് ആദ്യം തന്നെ വൈഷ്ണവിയോട് പറയാനുള്ളത്, ഇവിടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ 3 പേരും അല്ലാതെ വേറെ ആരും അറിയാൻ പോകുന്നില്ല എന്നാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി പറയാൻ ശ്രമിക്കണം. ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഞങ്ങളെല്ലാം തൻ്റെ കൂടെയുണ്ട്, അനു കൂട്ടിച്ചേർത്തു. ആദ്യമൊക്കെ ചെറിയ തമാശകളും കമൻറ്റുകളും മാത്രമായിരുന്നു, ഡ്രസ്സിങ്ങിനെക്കുറിച്ചും നടക്കുന്ന രീതിയെക്കുറിച്ചുമൊക്കെ. പിന്നെ അത് അതിരുവിടാൻ തുടങ്ങി. സംസാരിക്കുമ്പോഴൊക്കെ അനാവശ്യമായി ശരീരത്തിൽ സ്പർശിക്കുക, മെസ്സേജുകളിലൊക്കെ വല്ലാത്ത ശരീരവർണ്ണന വരാൻ തുടങ്ങി. താല്പര്യമില്ലെന്ന് എത്ര പ്രകടിപ്പിച്ചിട്ടും ഇതൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഡിന്നറിന് വരാൻ ക്ഷണിച്ചു. ഇഷ്ടമില്ലെന്നറിയിച്ചപ്പോൾ പിറ്റേന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വെറുതെ ദേഷ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം മുതൽ അർദ്ധരാത്രി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി. അറ്റൻഡ് ചെയ്യാതെ വന്നപ്പോൾ ഭീഷണിയായി. ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ തുടരാൻ സാധിക്കില്ല, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാ ഇവിടെ തുടരുന്നത് എന്നും പറഞ്ഞു. അവൾ വിറച്ച ശബ്ദത്തോടെ ഒരുവിധത്തിൽ പറഞ്ഞൊപ്പിച്ച് മുന്നിലിരുന്ന ഗ്ലാസ്സിലെ വെള്ളം ഒറ്റവലിക്ക് കുടിച്ചു. ഇത്രയൊക്കെ നടന്നിട്ടും റിപ്പോർട്ട് ചെയ്യാൻ എന്താ ഇത്ര വൈകിയത്? അനുവിൻ്റെ ചോദ്യത്തിൽ അല്പം ദേഷ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിന് ഇവിടെ എന്താണ് പ്രസക്തി? അതിഥിയുടെ ശബ്ദത്തിന് ആവശ്യത്തിൽ കൂടുതൽ മൂർച്ചയുണ്ടായിരുന്നു. 2 പേരും ഒന്നല്പം ഞെട്ടി അവളെ നോക്കി.
നമ്മളിവിടെ കൂടിയത് സമയത്തെക്കുറിച്ച് സംസാരിക്കാൻ അല്ലല്ലോ, നടന്ന സംഭവങ്ങളെക്കുറിച്ച് സംസാരിക്കാനല്ലേ. അതുകൊണ്ട് ഇന്നലെയോ ഒരു മാസം മുൻപോ ഇനി വർഷങ്ങൾക്ക് മുൻപോ നടന്നാലും അതിനിവിടെ പ്രസക്തിയില്ല. അതിഥിയുടെ മുഖഭാവം കണ്ടപ്പോൾ അങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ലെന്ന് അനുവിന് തോന്നി. സുമിത് സാർ ഒരുപാട് സീനിയർ അല്ലേ? ജോലിയെ ബാധിച്ചാലോ എന്ന് കരുതിയാണ് റിപ്പോർട്ട് ചെയ്യാതിരുന്നത്. വളരെ ആഗ്രഹിച്ചാണ് ഈ ജോലിക്ക് കയറിയത്. വൈഷ്ണവി കരച്ചിലിന്റെ വക്കിലെത്തിയിരുന്നു. വൈഷ്ണവി ആദ്യം തിരിച്ചറിയേണ്ടത് ഒരു തുടക്കക്കാരി ആയതുകൊണ്ടോ ഒരു സ്ത്രീ ആയതുകൊണ്ടോ തനിക്ക് ഈ കമ്പനിയിൽ ആരുടെ മുൻപിലും മുഖം കുനിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല എന്നാണ്. നമ്മൾ ജനങ്ങളുടെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള നമുക്ക് സ്വന്തം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ആരെയും ഭയക്കേണ്ടതില്ല. അധികാരവും പൊസിഷനുമൊന്നും സ്ത്രീകളോട് എങ്ങനെയും പെരുമാറാനുള്ള അവകാശമല്ല. അങ്ങനെ ആരെങ്കിലും കരുതിയാൽ ഞാൻ എഡിറ്റോറിയൽ ഡയറക്ടറായി ഇരിക്കുന്നിടത്തോളം കാലം അയാൾക്ക് ഈ കമ്പനിയിൽ തുടരാൻ അർഹതയുണ്ടാവില്ല. തനിക്കിതിൻ്റെ പേരിൽ ഒരു പ്രശ്നവും വരില്ല. ഇഷ്ടമുള്ള ജോലിയിൽ നിന്ന് തന്നെ ആരും പറഞ്ഞയക്കാനും പോണില്ല. അതിഥിയുടെ ഓരോ വാക്കിനും വളരെ വ്യക്തതയുണ്ടായിരുന്നു. വൈഷ്ണവിയെ പറഞ്ഞുവിട്ട ശേഷം അവർ സുമിത്തിനെ വിളിപ്പിച്ചു. 10 മിനിറ്റിനു ശേഷമാണ് അയാൾ എത്തിയത്. സോറി, ഇന്ന് തീർക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് വർക്ക്സ് ഉണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ പരന്നെന്ന് അറിയാൻ സാധിച്ചു. സുമിത് കസേര അല്പം പിറകോട്ട് വലിച്ചിട്ട് അതിലേക്ക് ചാരിയിരുന്നു കൊണ്ട് പറഞ്ഞു. ധാരണകളിലെ തെറ്റും ശരിയും നമുക്ക് അവസാനം തീരുമാനിക്കാം. ഞങ്ങളും പല പ്രധാനപ്പെട്ട വർക്കുകളും മാറ്റിവെച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? സോറി, എനിക്കിപ്പോഴും കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായിട്ടില്ല. ഒന്ന് വിശദീകരിക്കാമോ? സുമിത് ഒന്നും അറിയാത്ത ഒരാളെപ്പോലെ നടിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അയാളുടെ ബോഡി ലാംഗ്വേജ് അതിൽ ദയനീയമായി പരാജയപ്പെട്ടു. നിങ്ങൾ ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കരുത്. നിങ്ങളുടെ മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടും വീഡിയോ കോളുകളുടെ ഡീറ്റെയിൽസും എല്ലാം ഞാൻ കണ്ടതാണ്. നിങ്ങൾക്ക് നാണമില്ലേ? ഏതാണ്ട് മകളുടെ അതേ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ പാതിരാത്രി വീഡിയോ കോൾ ചെയ്ത് ശല്യം ചെയ്യാൻ? അനു തൻ്റെ ദേഷ്യം മുഴുവൻ വാക്കുകളിൽ ചൊരിഞ്ഞു. അയ്യോ, നിങ്ങൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ മോശമായിട്ടൊന്നും. സുമിത്ത് പൂർത്തിയാക്കുന്നതിന് മുൻപ് അതിഥി ഇടയിൽ കയറി. മിസ്റ്റർ സുമിത് ശങ്കർ, നിങ്ങൾ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെങ്കിൽ അതിൽ നിങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു എന്നതിന് അവിടെ പ്രസക്തിയില്ല. നിങ്ങളുടെ കീഴിൽ ഇന്റേണായി ജോലി ചെയ്യുന്നു എന്ന് വെച്ച് നിങ്ങളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻ സഹിക്കേണ്ട ബാധ്യത ആ കുട്ടിക്കില്ല. ഞങ്ങൾ ഉൾപ്പെടെയുള്ളവർ എല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് നിങ്ങൾ പറഞ്ഞത് എന്ത് മനസ്സിലാക്കിയിട്ടാണ്? അതിഥി അയാൾക്ക് ശ്വാസമെടുക്കാനുള്ള സമയം പോലും കൊടുക്കാതെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു. നിങ്ങളിതെന്തൊക്കെയാ പറയുന്നത്? ആ കുട്ടി വളരെ സെൻസിറ്റീവാണ്. നമ്മൾ തമാശയായി പറയുന്ന കാര്യങ്ങളെപ്പോലും സീരിയസ് ആയി എടുക്കും. ഇതാണോ നിങ്ങളുടെ തമാശ? ഇവിടെയുള്ള മുഴുവൻ ഫീമെയിൽ സ്റ്റാഫിനെയുമാണ് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തത്. നിങ്ങളെപ്പോലുള്ളവർക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണോ ഞങ്ങളൊക്കെ ഇവിടെ കഴിയുന്നത്? പിന്നെ ഒരാൾ താങ്കൾ പറയുന്ന കാര്യങ്ങളെ എങ്ങനെ എടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അയാളാണ്. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, നിങ്ങൾ കാരണം ഈ കമ്പനിയിലെ ഒരു എംപ്ലോയിക്ക് സമാധാനമായി ജോലി ചെയ്യാനുള്ള അന്തരീക്ഷം തകർക്കപ്പെട്ടിട്ടുണ്ട്. പരാതിയിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാവും. അതുവരെ നിങ്ങളെ സസ്പെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ പരാതികൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ ഒരു വാദപ്രതിവാദത്തിനും നിൽക്കാതെ കമ്പനിയിൽ നിന്നും പുറത്താക്കപ്പെടും. അതിഥിയുടെ കടുത്ത വാക്കുകൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കുകയല്ലാതെ സുമിത്തിന് മറ്റൊന്നിനും ശക്തിയുണ്ടായിരുന്നില്ല. പിന്നെ ആർക്കും ഒന്നും സംസാരിക്കാൻ ഇടം കൊടുക്കാതെ അനുവിനോട് എല്ലാ കാര്യങ്ങളും ചെയ്ത ശേഷം തന്നെ അറിയിക്കാൻ നിർദ്ദേശം നൽകി അവൾ മുറിയിൽ നിന്നിറങ്ങി. പണ്ടൊരിക്കൽ വൈഷ്ണവിയുടെ സ്ഥാനത്ത് താൻ നിൽക്കേണ്ടി വന്ന ദിവസങ്ങൾ അവളുടെ ഓർമ്മയിലേക്ക് ഇരച്ചു കയറി. ഈ പെൺകുട്ടിയുടെ അതേ നിസ്സഹായതയോടെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുൻപിൽ ചെന്നു നിന്നപ്പോൾ നേരിടേണ്ടി വന്ന ചോദ്യങ്ങളും കുത്തുവാക്കുകളും തനിക്ക് മുൻപിൽ വരുന്ന ഒരാൾക്കും ഉണ്ടാവരുതെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. തിരിച്ചു ക്യാബിനിലെത്തിയിട്ടും അതിഥിയുടെ ചിന്തകളിൽ മുഴുവൻ വൈഷ്ണവി പറഞ്ഞ കാര്യങ്ങളായിരുന്നു. പുറത്തുനിന്ന് നോക്കുമ്പോൾ എത്ര വലിയ സ്ഥാപനങ്ങളായാലും അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന വൃത്തികെട്ട കാര്യങ്ങളെക്കുറിച്ച് ലോകം അറിയുന്നുണ്ടോ? താൻ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഒരാൾക്കും ഒരിക്കലും വൈഷ്ണവിയുടെ അവസ്ഥ ഉണ്ടാകരുതെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത തനിക്കുണ്ട്. വൈകുന്നേരം രോഹിണി ആർക്കിടെക്റ്റിൻ്റെ നമ്പർ വാട്സപ്പ് ചെയ്തു. തനിക്ക് നാളെ ഭുവനേശ്വറിൽ പോകാനുള്ളതുകൊണ്ട് ആർക്കിടെക്റ്റിനൊപ്പം സൈറ്റ് വിസിറ്റ് ചെയ്യാൻ രോഹിണിയോട് കൂടെ പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചു. രോഹിണി യെസ് പറഞ്ഞപ്പോൾ അതിഥി ലൊക്കേഷൻ ഷെയർ ചെയ്തു. രാവിലെ 9 മണിയോടെ അതിഥി ഭുവനേശ്വർ ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങി. ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്ത് ഒന്ന് ഫ്രഷായി ലോഞ്ചിലെത്തിയപ്പോഴേക്കും മീറ്റിംഗ് വെന്യൂവിലേക്കുള്ള വണ്ടി വന്നിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ വളർച്ച കാണിച്ചുകൊണ്ട് അവൾ അവതരിപ്പിച്ച പ്രസന്റേഷനിൽ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഹാപ്പിയായിരുന്നു. ഡിന്നറിനു ക്ഷണമുണ്ടായിരുന്നെങ്കിലും അവളത് സ്നേഹപൂർവ്വം നിരസിച്ച് നേരത്തെ തന്ന ഹോട്ടലിൽ തിരിച്ചെത്തി.
അനുവിനെ വിളിച്ച് മാനേജ്മെന്റിന്റെ തീരുമാനത്തെക്കുറിച്ച് ചോദിക്കാൻ അവൾ മറന്നില്ല. സുമിത് ശങ്കറിന് തലപ്പത്ത് പിടിപാടുള്ള കാര്യം നന്നായി അറിയുന്നതിനാൽ നടപടിയെക്കുറിച്ച് അവൾക്ക് ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ കാര്യങ്ങൾ പോസിറ്റീവായി നടക്കുന്നു എന്നാണ് അനുവിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. അന്വേഷണം ഉണ്ടാവും. അതുവരെ അവൾ പറഞ്ഞ പോലെ സസ്പെൻഷനും. ഒഫീഷ്യൽ മീറ്റിങ്ങുകൾക്കായി യാത്ര ചെയ്യുന്നത് ഇപ്പോൾ പുതുമയല്ലെങ്കിലും ഇത്തവണ എന്തോ മനസ്സിനെ അലട്ടുന്ന ഒരുപാട് കാര്യങ്ങളുടെ ഭാരം അവൾക്ക് അനുഭവപ്പെട്ടു. ഭുവനേശ്വറിൽ നിന്നും കൊൽക്കത്തയിലേക്കുള്ള ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അവൾ എയർപോർട്ട് ലോഞ്ചിൽ ഒരു ക്യാപ്പുച്ചീനോ കുടിച്ചിരിക്കുമ്പോഴാണ് അനുവിൻ്റെ മെസ്സേജ് വന്നത്. സസ്പെൻഷൻ ലെറ്റർ വന്നു. ആദ്യം 2 ആഴ്ചത്തേക്കാണ്, പിന്നീട് എൻക്വയറി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബാക്കി നടപടികൾ. വായിച്ചു പകുതിയാക്കി ഐറിഷ് എഴുത്തുകാരി അന്ന ബേൺസിന്റെ മിൽക്ക്മാൻ എന്ന ബുക്ക് അതിഥി കയ്യിലെടുത്തു. 28 പേജുകൾ പൂർത്തിയാക്കുന്നതിന് മുൻപേ ഫ്ലൈറ്റ് അനൗൺസ്മെന്റ് വന്നു. ഫോൺ എയർപ്ലെയിൻ മോഡിൽ ഇടുന്നതിന് മുൻപേ അവൾ ഐപാഡിൽ രോഹിണി അയച്ച ഇന്റീരിയർ സാമ്പിൾ ഡൗൺലോഡ് ചെയ്തു. ടേക്ക് ഓഫ് അനൗൺസ്മെന്റ് വന്നപ്പോൾ അവൾ രോഹിണിക്ക് പെട്ടെന്ന് ഒരു വോയിസ് മെസ്സേജ് അയച്ചു. നീ റീഡിംഗ് ക്ലബിന്റെ ഡിസൈനിനെ കുറിച്ചല്ലേ അവരോട് പറഞ്ഞത്? അല്ലാതെ കോഫി ഷോപ്പിൻ്റെതല്ലല്ലോ. ഇവരുടെയൊക്കെ വിചാരം കുറച്ച് കളർഫുൾ വാൾപേപ്പർ വാങ്ങി ഒട്ടിച്ച് 4-5 ഫാൻസി ലൈറ്റും കത്തിച്ചാൽ പണി കഴിഞ്ഞെന്നാണ്. നമ്മുടെ ബേസിക് റിക്വയർമെന്റ്സ് പോലും അവർ പരിഗണിച്ചിട്ടില്ല. നീ പറ്റുമെങ്കിൽ വേറെ ഒരു നല്ല ടീമിനെ കണ്ടുപിടിക്ക് പ്ലീസ്. അവൾ വേഗത്തിൽ ആ ഡിസൈൻസ് ഒന്നുകൂടി സ്ലൈഡ് ചെയ്തു. വാൾപേപ്പറും ഫാൻസി ലൈറ്റും ഡിസൈനിൽ വരുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. തൊട്ടടുത്തുള്ള സീറ്റിൽ നിന്നും വന്ന ശബ്ദം അവളെ ഐപാഡിൽ നിന്നും കണ്ണെടുപ്പിച്ചു. വളരെ കാഷ്വലായി വസ്ത്രം ധരിച്ച് മുഖത്തിന് നന്നായി ഇണങ്ങുന്ന കണ്ണടയുമിട്ട ചെറുപ്പക്കാരൻ വായിച്ചുകൊണ്ടിരുന്ന ട്രാവൽ മാഗസിൻ താഴ്ത്തി അവളെ നോക്കി ചിരിച്ചു. അവൾ ചോദ്യഭാവത്തിൽ അവനെ നോക്കി. ആർക്കിടെക്ട്സിനെ ഇത്രയും പരസ്യമായി പുച്ഛിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ തോന്നിയില്ല. പ്രൊഫഷനോടുള്ള സ്നേഹമായി കൂട്ടിയാൽ മതി. അയ്യോ, പുച്ഛിച്ചതൊന്നുമല്ല. ദേ ഇങ്ങനൊരു ഡിസൈൻ അയച്ചു തരുമ്പോൾ പിന്നെന്തു പറയാനാ? അതിഥി ഐപാഡ് അവന് നേരെ തിരിച്ചു. അവൻ ഓരോ ഡിസൈനും സ്ക്രോൾ ചെയ്തു. പ്രശ്നം വാൾപേപ്പറിൻ്റെയോ ലൈറ്റിങ്ങിൻ്റെയോ മാത്രമല്ല. ഒരു റീഡിംഗ് ക്ലബിന് വേണ്ട ആംബിയൻസ് സെറ്റ് ചെയ്യാൻ ഇതിൽ ഒരു ഡിസൈനിനും കഴിഞ്ഞിട്ടില്ല. ഒരു വിൻറ്റേജ് ലൈബ്രറി ലുക്കിലേക്ക് ഇത് നന്നായി റീവർക്ക് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ. അപ്പോൾ ശരിക്കും ആർക്കിടെക്റ്റ് തന്നെയാണല്ലേ? അവൻ നീട്ടി ഐപാഡ് തിരികെ വാങ്ങിക്കൊണ്ട് ചിരിച്ചു. പിന്നെ താനെന്താ കരുതിയത്? തൊട്ടടുത്ത സീറ്റിലെ കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടിയെ ഫ്ലേർട്ട് ചെയ്യാൻ നമ്പർ ഇട്ടതാണെന്നോ? അങ്ങനെ ഞാൻ കരുതിയിട്ടില്ലായിരുന്നു. പക്ഷേ അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റുണ്ടോ? ഹേയ്, തെറ്റൊന്നുമില്ല. യു റിയലി ലുക്ക് ബ്യൂട്ടിഫുൾ. പക്ഷേ ഫ്ലൈറ്റ് എടുക്കുന്നതിന് മുൻപ് ഇത്രയും പെട്ടെന്ന് ഞാൻ എൻ്റെ ഫ്ലേർട്ടിംഗ് സ്കിൽ പുറത്തെടുക്കില്ലായിരുന്നു. വിവാൻ കൊൽക്കത്തയിലെ ഒരു ലീഡിംഗ് ആർക്കിടെക്റ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അവൻ സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ട് അവൾക്ക് നേരെ കൈനീട്ടി. അതിഥി, ബംഗാൾ ബീറ്റ്സ് മാഗസിൻ്റെ എഡിറ്റോറിയൽ ഡയറക്ടർ. അവൾ അവന് കൈകൊടുത്തു. നിങ്ങളുടെ കമ്പനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? കമ്പനിയുടെ എല്ലാം ലാർജ് സ്കെയിൽ കൺസ്ട്രക്ഷൻ വർക്കുകളാണ്. പക്ഷേ ഞാൻ ഫ്രീലാൻസായി തന്നെ സഹായിക്കാൻ ശ്രമിക്കാം. താൻ എന്നെ ആദ്യം ആ സ്പേസ് കാണിക്കും. എന്നിട്ട് തൻ്റെ മനസ്സിലുള്ള ഐഡിയ കൂടി പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ദാറ്റ്സ് റിയലി കൈൻഡ് ഓഫ് യു. നമുക്ക് എന്നാൽ നാളെ തന്നെ പോയാലോ? അയ്യോ, നാളെയോ? നാളെ ഒരുപാട് തിരക്കുള്ള ദിവസമാണ്. മറ്റന്നാൾ ഞാൻ ഫ്രീ ആണ്. വേണമെങ്കിൽ സൈറ്റ് വിസിറ്റ് കഴിഞ്ഞ് ഒരു ഡിന്നറിന് കൂടെ പോകാം. അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. എനിക്ക് നാളെ കഴിഞ്ഞാൽ പിന്നെ 2-3 ദിവസം നല്ല തിരക്കാണ്. നാളെ എപ്പോഴെങ്കിലും കുറച്ചു സമയം ഫ്രീ ആവാൻ ശ്രമിക്കാമോ? ഒരുപാട് ക്ലയൻസ് മീറ്റിങ്ങുകൾ ഉണ്ട്. വൈകുന്നേരം ഞാൻ ഒന്ന് മുങ്ങാൻ പറ്റുമോ എന്ന് നോക്കാം. ഇത്രയും റിസ്ക് എടുത്തു വന്നാൽ ഒരു ഡിന്നറിന് തനിക്ക് സമയമുണ്ടാവുമോ? അത് തൻ്റെ ഐഡിയാസ് കേട്ട ശേഷം തീരുമാനിക്കാം. ഈ വാചകമടി മാത്രമാണോ എന്നറിയണ്ടേ? നിർത്താതെയുള്ള ആ സംസാരത്തിനിടയിൽ 1.5 മണിക്കൂർ ഫ്ലൈറ്റ് യാത്ര അവസാനിച്ചത് അവർ രണ്ടുപേരും അറിഞ്ഞതേയില്ല. എയർപോർട്ടിൽ നിന്നും പിരിയുമ്പോൾ അവർ പരസ്പരം നമ്പർ കൈമാറി. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നാളെ വൈകിട്ട് കോളേജ് സ്ട്രീറ്റിൽ കാണാം. അവൾ അവനെ കൈവീശി തനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന കാറിലേക്ക് കയറി. ഹലോ മാഡം. ഫ്ലൈറ്റിൻ്റെ ലിഫ്റ്റിലേക്ക് കയറാനൊരുങ്ങവേ സെക്യൂരിറ്റി അവളെ പിറകിൽ നിന്നും വിളിച്ചു. ഒരു ലെറ്ററുണ്ട്. ഫ്ലാറ്റിൽ ആളില്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിവെച്ചു. അയാൾ ലെറ്റർ അവളുടെ കയ്യിൽ കൊടുത്തു. ഫ്രം അഡ്രസ് ഇല്ലാതെ വന്ന ആ ലെറ്ററും മഹാദേവിൻ്റെ പേരിലായിരുന്നു. അവൾ വാതിൽ തുറന്ന ഉടനെ കയ്യിലുണ്ടായിരുന്ന ക്യാബിൻ ബാഗ് സോഫയിലേക്ക് വെച്ച് ലെറ്റർ പൊട്ടിച്ചു. പ്രിയപ്പെട്ട അതിഥി, എൻ്റെ ഓർമ്മകൾക്കും മറവികൾക്കുമിടയിൽ നേർത്തൊരു പാലമുണ്ട്. ഒരേ സമയം തന്നെ കൂടെ നിർത്തണമെന്നും ഉപേക്ഷിക്കണമെന്നും തോന്നുന്ന ചില മുഖങ്ങൾ അതിൽ ദിക്കറിയാതെ നിൽക്കാറുണ്ട്. മറവിയുടെ ദൂരം താണ്ടി നീ അതിലൂടെ ഇന്നലെ വീണ്ടും മനസ്സിലേക്ക് കടന്നു വന്നു. ഒരുപാട് അടുത്തറിയും മുൻപേ തന്നെ നമുക്ക് സ്നേഹം തോന്നിപ്പോകുന്ന ചില മനുഷ്യരില്ലേ?
അവരുടെ മനസ്സും ചിന്തകളും നമുക്കന്യമാണെങ്കിലും നമ്മുടെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത അവരെ അനുവാദം പോലുമില്ലാതെ നമ്മൾ സ്നേഹിക്കാൻ തുടങ്ങും. നിങ്ങൾ തേടുന്ന ആൾ ഇതല്ലെന്ന് പ്രവൃത്തികളിലൂടെ അവരെത്ര ആവർത്തിച്ചാലും അത് ഉൾക്കൊള്ളാതെ നമ്മൾ വാശിയോടെ പിന്നെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഒടുവിൽ വേദനകളുടെ ഒരു മഴക്കാലം സമ്മാനിച്ച് അവരിറങ്ങിപ്പോകുമ്പോൾ സ്വന്തം തോന്നലുകളിൽ മാത്രം ജീവിച്ചിരുന്ന ആ മനുഷ്യനെ ഓർത്ത് ഒരുപാട് കരയും. ഇപ്പോഴുള്ള നീയുമായി യാതൊരു സാമ്യവുമില്ലാത്ത ഒരു അതിഥിയെയാണ് ഞാനും മനസ്സിൽ കൊണ്ടു നടക്കുന്നത്. കടൽക്കരയിൽ ഉപ്പ് കാറ്റേറ്റ് ഓടി നടക്കുന്ന ഒരു കുട്ടിയെപ്പോലെ ജീവിതത്തെ നോക്കിക്കാണാൻ നീ ആഗ്രഹിച്ചാൽ പോലും മുന്നറിയിപ്പില്ലാതെ കടന്നു വന്ന തിരമാലകൾ നിന്നെ നനച്ചു കാണുമെന്നും ഉടച്ചു വാർത്തിട്ടുണ്ടാകുമെന്നും എനിക്ക് നന്നായി അറിയാം. ഇന്നലെ ഉച്ചനേരത്ത് മൗനങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഞാൻ ഒരുപാട് നേരം വെറുതെയിരുന്നു. ഓരോ ഇടങ്ങളിലെയും മൗനത്തിന് അതിൻ്റേതായ ഭാഷയുണ്ട്. നാട്ടിൻപുറത്തെ വായനശാലയിലെ പുസ്തകങ്ങൾക്കിടയിൽ മനസ്സിനെ കുരുത്തിയിട്ടവൻ്റെയും തിരക്കുള്ള റെസ്റ്റോറൻറ്റിലെ ഒരു കോണിലിരുന്ന് തനിയെ ഭക്ഷണം കഴിക്കുന്നവൻ്റെയും അതുവരെ കൂടെയുണ്ടായിരുന്ന ഒരാൾ യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ തിരിച്ചു വിളിക്കാൻ കൂട്ടാക്കാത്തവരുടെയും മൗനങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളില്ലേ? ഇപ്പോൾ നീ കാണിക്കുന്ന ഈ മൗനം ഇതിലേതാണെന്ന് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത വിധം നമ്മൾ അന്യരായിത്തീർന്നു. അത് നൽകുന്ന വേദന എത്രയോ വലുതാണ്. ഓർമ്മകളുടെ നരച്ച വൈകുന്നേരങ്ങളിലൊന്നിൽ ആ വലിയ നഗരത്തിൽ നീ ഉപേക്ഷിച്ചു പോയ പഴയ അതിഥിയുടെ ചെറിയ നിലാവെട്ടമെങ്കിലും നിന്നിൽ അവശേഷിക്കുന്നുണ്ടോ? നിസ്സഹായത നിറച്ച കണ്ണുകളുമായി ലോകത്തെ കണ്ട ആ പെൺകുട്ടിയെ തിരികെ വിളിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല എന്നറിയാമെങ്കിലും ഒരിക്കലെങ്കിലും ആ പഴയ അതിഥി എനിക്ക് വേണ്ടി ആ ഡയറിയിലെ ഒരു താൾ മാറ്റിവെക്കണമെന്ന സ്വാർത്ഥത എന്നിൽ വല്ലാതെ നിറയുന്നുണ്ട്. പ്രതീക്ഷകളോടെ നിന്റെ മഹാദേവ്.